മുരളീധാര മനസ്സിനിറയ്ക്കുക കണ്ണ കരുണ മുരളീധാര ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃദി നിനവും നീയേ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ കാളിയമർദ്ദക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിൻമിഴിയാ കരുണാമുരളീധാര ധർമ്മരണങ്ങളിൽ ഞങ്ങളുടെ കൺമിഴി തെളിയാൻ നീളേ നിത്യനിരാമയ ശങ്കുലി പോലെ ഒഴുകാമൂ നിൻ സ്മരണ കരുണാമുരളീധാര മനസ്സിനിറയ്ക്കുക കണ്ണ കരുണാമുരളീധാര പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ മൗനമാചരിക്കും. അതിനുശേഷം ശാന്തി മന്ത്രം, അതിനുശേഷം നമ്മുടെ ആർ രുദ്രേട്ടൻ അതിൻ്റെ ഒരു സന്ദേശം ഇവിടെ വായിക്കുന്നതായിരിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അനുശോചന സന്ദേശമാണ്. മലദുരന്തെത്തിയ മഹാദുരന്തം സമാനതകളില്ലാത്ത തകർച്ചയിലേക്കാണ് വയനാടിനെ കൊണ്ടുചെന്നെത്തിച്ചത്. മൺകൂനകൾക്കുള്ളിലും അറക്കെട്ടുകൾക്കിടയിലും മലവെള്ളപ്പാച്ചിലും എരിഞ്ഞമർന്ന് പ്രാണൻ നഷ്ടപ്പെട്ടവരെ ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മലമടക്കുകളിൽ മാറ്റലിക്കൊള്ളുന്ന ദൈന്യതയുടെ നിലയ്ക്കാത്ത രോദനം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആശയറ്റവർ, അഭയമറ്റവർ, അംഗഭംഗമേറ്റവർ, നിരാധാരായവർ, അങ്ങനെ വയനാടിന്റെ കാഴ്ചകൾ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. കാലത്തിന്റെ കരുത്താർന്ന ഈ പ്രഹരം അതിജീവനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ്. കരുണയും കരുതലുമായി ചുരം കയറിയെത്തുന്ന സ്വാന്തന ശബ്ദങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഉൾഭയം അകറ്റട്ടെ. ബാലഗോകുലം ഈ ഭയാനക മുഹൂർത്തത്തിൽ പ്രാർത്ഥനാനിരതമാവുകയാണ്. മഹാദുരന്തത്തിൽ ഒലിഞ്ഞുപോയ ജീവാത്മാക്കൾക്ക് ശാന്തി നേരുകയും അവശേഷിച്ച ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിൽക്കുകയും ചെയ്യും. ആപൽ ബാന്ധവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ദുഃഖമകറ്റി ശാന്തി അരുളട്ടെ. ഓം ദൗ ശാന്തി അന്തരീക്ഷം ശാന്തി പൃഥ്വീ ശാന്തി ആപ ശാന്തി ഔഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വദേവാഃ ശാന്തി ബ്രഹ്മ ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാം ശാന്തിരേതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതിന്റെ അർത്ഥം ആകാശവും അന്തരീക്ഷവും ശാന്തമാവട്ടെ, ഭൂമിയും ജലവും ശാന്തമാവട്ടെ, ഔഷധികളും സസ്യലതാദികളും ശാന്തമാവട്ടെ, ലോകപാലകരായ ദേവതകൾ ശാന്തരാവട്ടെ, ഈശ്വരന്റെ സൃഷ്ടിയിലെ എല്ലാറ്റിനും ശാന്തി ഉണ്ടാകട്ടെ. ആ ശാന്തി നമുക്കും ഉണ്ടാവട്ടെ. ബാലഗോകുലത്തിന്റെ ഇത്തരത്തിലുള്ള ഈ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുള്ള അനുശോചനം രേഖപ്പെടുത്തല് കേരള വ്യാപകമായിട്ടൊന്നല്ല, ലോകമെമ്പാടും ബാലഗോകുലത്തിന്റെ ഇന്ന് നടക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ശോഭായാത്രയ്ക്ക് മുമ്പായി ഇതൊക്കെ തന്നെ നടന്നു വരികയാണ്. ബാലഗോകുലത്തിന്റെ പ്രവർത്തനം ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പ്രഘോഷിപ്പിച്ച
ഭഗവത്ഗീതയുടെ നാടായ ഭാരതം, ആ ഭഗവത്ഗീത പ്രചരിപ്പിച്ച, അതിനെ ഉജ്ജ്വലിപ്പിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ നമുക്കിന്ന് സായുജ്യം കൈവന്നിരിക്കുകയാണ്. ഈ പരമാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തത്വസംഹിതയായ ധർമ്മം അതിനെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ, കൊച്ചു ബാലികാ ബാലന്മാരെ ധർമ്മത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുവാൻ ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിന് ശക്തിമത്തായ പിന്തുണ നൽകാം. ആശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ട് ബാലഗോകുലത്തിന്റെ പ്രവർത്തനം സമാരംഭിക്കുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഒന്നിച്ചു കൂടിക്കൊണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ ആ ഗോകുല ഭാരതിയിലൂടെ വളർത്തിയെടുത്ത് വരും വർഷങ്ങളിലെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ശോഭായാത്ര കൂടുതൽ മംഗളപ്രദമാക്കുവാൻ, ഭംഗിയാർന്നമാക്കുവാൻ, ഐശ്വര്യപ്രദമാക്കുവാൻ, സമ്പുഷ്ടമാക്കുവാൻ, അതിലൂടെ സായുജ്യം നേടുവാൻ സർവധർമ്മതൽപരരായവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ശോഭായാത്രയുടെ അനന്തര കാര്യക്രമത്തിലേക്ക് കടക്കുകയാണ്. അഷ്ടമി രോഹിണി